ബാലരാമപുരം കൊലപാതകത്തിൽ ഒരാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് കുഞ്ഞിന്റെ അമ്മാവനാണ്. അമ്മാവന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി എന്നുള്ളത് ഇപ്പോൾ പോലീസ് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുകയാണ്. മറ്റുള്ളവരുടെ പങ്ക് പരിശോധിക്കും, അമ്മയുടെ ഉൾപ്പെടെ പങ്ക് പരിശോധിക്കും. തൽക്കാലം അറസ്റ്റില്ല. പിന്നീട് ആവശ്യമെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കിയ ശേഷം, അന്വേഷണത്തിന് ശേഷം ആവശ്യമെങ്കിൽ വീണ്ടും വിളിച്ചു വരുത്തി ആ നിലയിലേക്ക് കാര്യങ്ങൾ മാറുമെന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. കൊലപാതകത്തിലേക്ക് നയിച്ച കാരണം എന്ത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഔദ്യോഗികമായ ഒരു വിശദീകരണത്തിന് ഈ ഘട്ടത്തിൽ പോലീസ് തയ്യാറാകുന്നില്ല. പക്ഷേ പുറത്തുവരുന്ന വിവരങ്ങൾ അനുസരിച്ച് ഹരികുമാറിന്റെ ചില താല്പര്യങ്ങളും ആവശ്യങ്ങളും ഒക്കെ നടക്കാത്തതിലുള്ള അതൃപ്തിയാണ് കുഞ്ഞിന്റെ കൊലയിലേക്ക് നയിച്ചത് എന്നുള്ള വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. വിജിൻ വായാന്തോടിലേക്ക് പോകുകയാണ്. വിജിൻ, ഒരാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയെന്ന് പോലീസ് പറയുന്നു. അത് അമ്മാവനാണ്. മറ്റുള്ളവരുടെ പങ്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അന്വേഷണം പുരോഗമിക്കുന്നു. എന്താണ് ഇപ്പോൾ മാധ്യമങ്ങളോട് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത്? എന്തായാലും ഇപ്പോൾ ഡിവൈഎസ്പി ആണ് മാധ്യമങ്ങൾ കണ്ടത്. അമ്മാവനാണ് ഈ കൊല ചെയ്തത് എന്ന കാര്യം പോലീസ് സ്ഥിരീകരിക്കുകയാണ്. ഇയാളുടെ അറസ്റ്റ് ഇപ്പോൾ രേഖപ്പെടുത്തി. അമ്മ നിലവിൽ ഇപ്പോഴും പോലീസ് കസ്റ്റഡിയിൽ തന്നെയാണ്. ഇവരെ വിട്ടയക്കണമെന്ന കാര്യത്തിൽ പോലീസ് തീരുമാനമെടുത്തിട്ടില്ല. കൂടുതൽ ചോദ്യം ചെയ്യലുകൾ നീണ്ടുപോകും എന്നുള്ള കാര്യമാണ് ഡിവൈഎസ്പി വ്യക്തമാക്കുന്നത്. അമ്മൂമ്മയെയും അതുപോലെ തന്നെ അച്ഛനെയും അല്പം മുമ്പ് വിട്ടയച്ചിരുന്നു. ഇവരെ വേണ്ടി വന്നാൽ തിരിച്ചു വിളിച്ച് ചോദ്യം ചെയ്യലിന് കൊണ്ടുവരും എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. പക്ഷേ നിലവിൽ അവർക്ക് ഈ കൊലപാതകവുമായി ബന്ധമില്ല എന്ന കാര്യം തന്നെയാണ് ഡിവൈഎസ്പി അല്പസമയം മുമ്പ് വ്യക്തമാക്കിയത്. എന്തായാലും ഇന്ന് രാവിലെ പുലർച്ചെയാണ് ഇത്തരത്തിൽ ഈ കുട്ടിയെ അമ്മാവൻ എടുത്ത് കിണറ്റിലേക്കിട്ട് കൊന്നത്. അത് നേരത്തെ കൊലപ്പെടുത്തി കിണറ്റിട്ടതാണോ എന്ന കാര്യത്തിൽ ഒക്കെ സംശയങ്ങളുണ്ടായിരുന്നു. പക്ഷേ നിലവിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതോടുകൂടി അക്കാര്യത്തിലുള്ള ദുരൂഹതയും അതുപോലെ തന്നെ അവ്യക്തതയും നീങ്ങിയിട്ടുണ്ട്. നിലവിൽ വെള്ളത്തിൽ മുങ്ങി തന്നെയാണ് കുട്ടി മരിച്ചത് എന്ന വിവരങ്ങൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്ന് തന്നെ വ്യക്തമായിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണ് കൊല നടത്തിയത് എന്നുള്ളതാണ് ഇപ്പോഴും ദുരൂഹമായി നിൽക്കുന്നത്. പോലീസും നിലവിൽ വ്യക്തമാക്കിയിട്ടില്ല. പക്ഷേ പോലീസിന് ഇക്കാര്യത്തിൽ ചില വ്യക്തതകൾ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചില താല്പര്യങ്ങൾ നടക്കാതെ പോയതാണ് ഈ കൊലപാതകത്തിലേക്ക് അമ്മാവനെ നയിച്ചത് എന്ന കാര്യമാണ്, ഹരികുമാറിനെ നയിച്ചത് എന്ന കാര്യമാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അത് പക്ഷേ പുറത്ത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നില്ലെങ്കിലും വരും ദിവസങ്ങളിലും വരും മണിക്കൂറുകളിലുമൊക്കെ ചോദ്യം ചെയ്യലും മറ്റു നടപടികളുമൊക്കെ പൂർത്തിയാക്കിയ ശേഷമായിരിക്കും അക്കാര്യത്തിലുള്ള തീരുമാനം, വ്യക്തത പോലീസ്, സ്ഥിരീകരണം പോലീസ് വരുത്തുക. നിലവിൽ ഇപ്പോൾ ഒരാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. അമ്മാവൻ ഹരികുമാറിന്റെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അമ്മയെ വിട്ടയക്കുമോ എന്ന ചോദ്യത്തിന് അതിൽ കൃത്യമായൊരു മറുപടി ഡിവൈഎസ്പി നൽകിയില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. അമ്മയ്ക്ക് ഇക്കാര്യത്തിൽ പങ്കുണ്ടോ എന്ന കാര്യം ഉൾപ്പെടെ പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു. മണിക്കൂറുകൾ എടുത്ത ചോദ്യം ചെയ്യലാണ് നടന്നുകൊണ്ടിരുന്നത്. പക്ഷേ അതിൽ ഒരു വ്യക്തത വരുത്താനോ അതിൽ കൃത്യമായ മൊഴികൾ നൽകാനോ ചോദ്യം ചെയ്യലിന് മറുപടി നൽകാനോ ഇവർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് പോലീസിനെ ഏറെ മണിക്കൂറുകളായി കുഴക്കിക്കൊണ്ടിരുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആദ്യഘട്ടം മുതൽ തന്നെ മൊഴികളിലെ വൈരുദ്ധ്യം, കൃത്യമായ അന്വേഷണത്തോട് സഹകരിക്കാത്ത സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു. അല്പം മുമ്പ് വിജിൻ നൽകിയ വിവരങ്ങൾ അനുസരിച്ച് ഔദ്യോഗികമായി പോലീസ് സ്ഥിരീകരിക്കുന്നില്ലെങ്കിലും ചില തെളിവുകളിലേക്ക് എത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് വാട്സാപ്പ് സന്ദേശങ്ങളടക്കം തെളിവുകളായി പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നോക്കൂ, ഏതൊക്കെയോ താല്പര്യം നടക്കാത്തതിന്റെ പേരിൽ ഒരു 2 വയസ്സുകാരിയെ കൊലപ്പെടുത്തുന്നതിലേക്ക് കാര്യങ്ങൾ മാറുന്നത് എങ്ങനെയാണ് വിജിൻ? തീർച്ചയായും അതിലാണ് ഇനി പോലീസ് ഒരു വ്യക്തത വരുത്തേണ്ടത്. നിലവിൽ വാട്സപ്പ് ചാറ്റുകൾ പരിശോധിച്ചു. അമ്മയുടെയും ഹരികുമാറിൻ്റെയും ഒക്കെ വാട്സപ്പ് ചാറ്റുകളൊക്കെ പരിശോധിച്ചിട്ടുണ്ട്. അതിൽ ചില തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. പോലീസ് അത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നില്ലെങ്കിലും ചില ആവശ്യങ്ങൾ നടക്കാത്തതും ചില താല്പര്യങ്ങൾ നടക്കാത്തതുമാണ് കൊലയിലേക്ക് പ്രതിയെ നയിച്ചത് എന്നുള്ളതാണ് പോലീസ് പറയാതെ തന്നെ പറയുന്നത്. അക്കാര്യം ഒരു പോലീസിന് അനൗദ്യോഗികമായൊക്കെ നമുക്ക് വരുന്ന വിവരങ്ങളിൽ നിന്ന് വ്യക്തവുമാണ്. എന്തായാലും നിലവിൽ ഇപ്പോൾ കൊല ചെയ്തത് അമ്മാവൻ മാത്രമാണ് എന്ന ഒരു നിഗമനത്തിലേക്കാണ് പോലീസ് എത്തിയിട്ടുള്ളതെങ്കിലും അന്വേഷണം തുടരാനാണ് തീരുമാനം. ഒപ്പം തന്നെ ചോദ്യം ചെയ്യലും തുടരും എന്ന കാര്യമാണ് ഡിവൈഎസ്പി വ്യക്തമാക്കുന്നത്. അമ്മയെ ഇന്ന് വിട്ടയക്കാൻ സാധ്യതയില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം അല്പസമയത്തിനകം കുറ്റം സംഭവിച്ച പ്രതിയെ ആശുപത്രിയിലേക്ക് എത്തിക്കേണ്ടതാണ്. പക്ഷേ ഇന്ന് അത് ഉണ്ടാകില്ല എന്ന കാര്യവും പോലീസ് തന്നെ വ്യക്തമാക്കുകയാണ്. എന്തായാലും ഇവരെ ഇനിയുള്ള മണിക്കൂറുകളിലും ചോദ്യം ചെയ്യും എന്നുള്ളത് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അതായത് ഇന്ന് എന്തായാലും കോടതിയിൽ ഹാജരാക്കില്ല പ്രതിയെ. 2 പേരെയും വീണ്ടും ചോദ്യം ചെയ്ത ശേഷം മറ്റ് ഒരാളെ കൂടി പ്രതി ചേർക്കേണ്ടതുണ്ടോ എന്ന കാര്യത്തിൽ പോലീസ് വ്യക്തത വരുത്തും. അതിനുശേഷമായിരിക്കും വിവരങ്ങൾ നൽകിയത്. 2 വയസ്സുകാരുടെ കൊലപാതകത്തിൽ ഇപ്പോൾ അമ്മാവൻ ഹരികുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. അമ്മയെ വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷമാകും മറ്റ് നടപടിക്രമങ്ങളിലേക്ക് അത് പോലീസ് തീരുമാനിക്കുക. നിലവിൽ കസ്റ്റഡിയിൽ തുടരുകയാണ്. 2 വയസ്സുകാരുടെ സംസ്കാരം അത് അല്പം മുമ്പാണ് വീട്ടുവളപ്പിൽ നടക്കുകയും ചെയ്തത്.